ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 2ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള മാത്സിലെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന പാഠം 5, ചാപ്റ്റർ 5 യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ലഭിച്ചു എല്ലാം നമ്മളിതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ 2ാം ക്ലാസ്സിലെ മക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എന്താ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ചാപ്റ്റർ 5. അപ്പോൾ യുണൈറ്റഡ് വി സ്റ്റാൻഡിൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മെമ്പേഴ്സ് ഓഫ് ദ നീരവ് കുടുംബശ്രീ യൂണിറ്റ് ആർ മേക്കിംഗ് സോപ്പ്. അപ്പം നീരവ് കുടുംബശ്രീ യൂണിറ്റ് ആണിത്. അപ്പോൾ കുടുംബശ്രീക്കാർ എന്താ ഇവിടെ ഉണ്ടാക്കുന്നത്? സോപ്പ് അല്ലേ. ബീങ് എ ഹോളിഡേ, മാനവ് ഓൾസോ വെൻ ദർ വിത്ത് ഹിസ് മദർ. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയായിരിക്കും മാനവ് കേട്ടോ. മാനവ് അവൻ്റെ അമ്മയുടെ കൂടെ ആ യൂണിറ്റ് കാണാൻ വേണ്ടി പോയി. See the soap each have counted. നോക്കൂ, ഈ സോപ്പുകൾ ഓരോന്നും എണ്ണാം. അപ്പം നമുക്ക് ഓരോ സോപ്പുകൾ എണ്ണിയാലോ. അപ്പോൾ ശാന്തയാണിത്. ഇത് ലത, നജ്മ, റോസി, നിഷ. ഈ ലേഡീസിൻ്റെ പേരാണ് കേട്ടോ. കുടുംബശ്രീയിലുള്ള ലേഡീസിൻ്റെ പേരുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഓഫ് 10s ഉം 1s ഉണ്ട്. 10ൻ്റെയും 1ൻ്റെയും ഗ്രൂപ്പുകളാണിത്. ഗ്രൂപ്പ് ഓഫ് 10s എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണേണ്ടത് ഇതാണ് 10ൻ്റെ ഗ്രൂപ്പ്. അപ്പം നമുക്ക് എത്രണ്ണം വരെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ ഇവിടെ ഒരു 3 അല്ലേ. 1, 2, 3. അപ്പോൾ 10ൻ്റെ എത്ര ഉണ്ട് ഇതിൽ? ഒരു 10 അല്ലേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒരു 10 അല്ലേ കൗണ്ട് ചെയ്തത്. അപ്പോൾ 1 10s ആണ് കേട്ടോ. 1s എത്ര ഉണ്ട്? 3 1s. അപ്പം നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 10 + 3 13 എഴുതുക. അടുത്തത് നോക്കൂ, നമുക്ക് ഗ്രൂപ്പ് ഓഫ് 10s എത്ര ഉണ്ട് ഇവിടെ? ഇതൊരു ഗ്രൂപ്പ് 10ൻ്റെ, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. അപ്പം 4 ഗ്രൂപ്പ് 10 സോപ്പിൻ്റെ 4 ഗ്രൂപ്പും. അതുപോലെ 1siൻ്റെ നോക്കൂ, ഇവിടെ ഒറ്റയായിട്ട് എത്ര ഉണ്ട്? 5 എണ്ണം. അത് അവിടെ 5ൻ്റെ 1s എഴുതുക. ടോട്ടൽ കാണാൻ 40 + 5 45. അടുത്തത് നജ്മയുടെ നോക്കൂ. നജ്മയുടെ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇതൊരു 10 10 10. മൊത്തം 5 10s ഉണ്ട് അല്ലേ. 1s ഉണ്ടോ അവിടെ? 1s ഇല്ല. അപ്പോൾ 0. അപ്പോൾ 50 + 0 50. അടുത്തത് നോക്കൂ, റോസിയുടെ ഇവിടെ ഒരു 10ൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു 10ൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് 10s 2 10s ഉം 1s എത്ര ഉണ്ട് ഇവിടെ? 1 2 3 4 4 ആണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ എന്തെന്ന് വരും? 20 + 4 24. അടുത്തത് നോക്കൂ, നിഷയുടെ ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10. 3 10s, ഗ്രൂപ്പ് ഓഫ് 10s 3. 1s എത്ര ആണ്? 2. ടോട്ടൽ എത്ര വരും? 30 + 2 32. How many soaps did Rosie and Shanta count together? റോസിയും ശാന്തയും കൂടി ഒരുമിച്ച് എണ്ണിയ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? റോസി 24, ശാന്ത 13. 24 + 13 എത്രയാ വരിക? 4 + 3 7, 2 + 1 3, 37 ആൻസർ വരും കേട്ടോ. അടുത്തത് നമുക്ക് റോസി കൗണ്ട് ചെയ്തത്, ശാന്ത കൗണ്ട് ചെയ്തത്, ടുഗെദർ ദേ കൗണ്ടഡിന് ആൻസർ വേണം. റോസി കൗണ്ട് ചെയ്തത് 20 + 4 24 അവിടെ തന്നിട്ടുണ്ട്. ശാന്ത കൗണ്ട് ചെയ്തത് 10ഉം 3ഉം ആണ്. അപ്പോൾ ഈ പെട്ടിയിൽ 10 സോപ്പുകൾ നിങ്ങൾ കൊടുക്കുക, അടുത്തതിൽ 3 കൊടുക്കുക. ടുഗെദർ ദേ കൗണ്ട് 30 + 7 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന ബോക്സിൽ 30 സോപ്സ് കാട്ടണം, പിന്നെ 7 കാണിക്കണം അപ്പുറത്തേൽ. അപ്പോൾ 37. ഓക്കെ, ഇനി നമുക്കിവിടെ എങ്ങനെ കിട്ടിയെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഹൗ മെനി സോപ്സ് ഡിഡ് ശാന്ത ആൻഡ് നജ്മ കൗണ്ട് ടുഗെദർ? ശാന്തയും നജ്മയും കൂടി കൗണ്ട് ചെയ്തതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 13 + 50 എത്ര ആൻസർ വരിക? 63 അല്ലേ. ഹൗ മെനി സോപ്സ് ഡിഡ് ലത ആൻഡ് നിഷ കൗണ്ട് ടുഗെദർ? ലതയും നിഷയും കൂടി എണ്ണിയത് എത്രണ്ണാണ്? 45 + 32 ആണ് കേട്ടോ. 45 + 32 എന്ന് പറയുമ്പോൾ എത്ര വരും? 70 + 7. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 45ഉം 32ഉം ഡയറക്റ്റ് ചെയ്യാം. 5 + 2 7ഉം അതേപോലെ 4 + 3 7ഉം ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ബോക്സിൽ തന്നിരിക്കുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം.
അപ്പോൾ 77 ആണ് നമ്മുടെ ആൻസർ വരിക. നമ്പർ ചെയിൻ ആണ് അടുത്തത്. 23 + 26. സീ ദ നമ്പർ ചെയിൻ, റൈറ്റ് ദ നമ്പർ. അപ്പോൾ 23യും 26ഉം കൂടി ആഡ് ചെയ്താൽ എത്ര വരും എന്ന് നമ്മൾ എഴുതണം. 23 + നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയോ? അഡീഷൻ അറിയുമോ? അറിയുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതുക കേട്ടോ. നമുക്ക് 49 ആണ് ആൻസർ വരിക. അടുത്തത് നോക്കൂ, 14 + 25. അപ്പം നമ്മൾ 14, 25ഉം കൂടിയിട്ട് ആഡ് ചെയ്യണം. 5 4 9, 2 1 3, 39. വാട്ട് കുഡ് ബി ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ ചെയിൻ? ഏതാണ് നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ ചെയിൻ? ഈ ഒരു ചെയിനിൽ എത്ര ബീഡ്സ് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നമ്പേഴ്സ് എഴുതാം. 20 + 18 ആണ് വരിക. അപ്പം നമുക്ക് 38 ബീഡ്സ് അതിൽ കിട്ടും. See the number card Manav got. 32 + 13 എന്നുള്ള നമ്പർ അവന് കിട്ടിയിട്ടുണ്ട്. ഹൗ മെനി ബീഡ്സ് ഡസ് ഹി നീഡ് ടു മേക്ക് ദ ചെയിൻ? ചെയിൻ ഉണ്ടാക്കാൻ അവൻ എത്ര ബീഡ്സ് വേണം? 45. അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഈ 32ഉം 13ഉം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്തോളൂ. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള അഡീഷൻ ഒന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചർ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. പുതിയ മെത്തേഡുകൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻസർ നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ആൻസറിലേക്ക് എത്തിക്കോളൂ. ബിലോ ആർ ദ കാർഡ്സ് അതേഴ്സ് ഗോട്ട്. ബാക്കിയുള്ളവർക്ക് കിട്ടിയ കാർഡ്സ് ആണിത്. ഇനി നമുക്കിതിൽ ഓരോന്നിൻ്റെ ആൻസർ ഒന്ന് എഴുതാം. ആദ്യത്തെ 16 + 42 ആൻസർ ആണ് 58. രണ്ടാമത്തെ 35 + 14 ആൻസർ 49. 3 22 + 67 ആൻസർ 89 ആണ്. Look at how Manav and Avina have stacked the soap boxes. അവിനയും മാനവും വെച്ചിരിക്കുന്ന സോപ്പ് ബോക്സസ് ആണ്. ഹൗ മെനി സോപ്സ് ഡിഡ് ഈച്ച് സ്റ്റാക്ക്? ഓരോ സ്റ്റാക്കിലും എത്ര സോപ്പുകൾ ഉണ്ട്? ഓക്കെ, ഇവരിവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ആൻസർ 42 എന്ന് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ആഡിങ് ടെൻസ്, ഇവിടെ 10ന്റെ ബോക്സും 1 തന്നിട്ട് നമ്മളോട് ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. 1സും 10സും കൂട്ടുന്നത് തന്നിട്ടുണ്ട്. നിങ്ങളിത് നോക്കിക്കോളൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന 10സും 1സും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഹൗ മെനി സോപ്സ്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. ഇതിൽ എത്ര സോപ്പ് ഉണ്ടെന്ന് ആദ്യം നിങ്ങളൊന്ന് എണ്ണുക. ഓക്കെ, നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 28 29 30 31 32 33 34 35 36 37. 36 ആണല്ലേ വരുന്നത്. നമുക്കൊന്നുകൂടി കൗണ്ട് ചെയ്ത് നോക്കാം ശരിയാണോന്ന്. വരും. ദെൻ ഓക്കെ 36 ആണ് കേട്ടോ. അതേപോലെ ഇപ്പുറത്ത് പ്ലസ് ഇവിടെ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ. 47 ആണ് കേട്ടോ. അപ്പോൾ 36 ഒരു അടുക്കായിട്ടും 47 ഒരു അടുക്കായിട്ടും ഉണ്ട്. രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 83 എന്ന് ആൻസർ വരും. പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. ഹരിത, അൻഷിത്, നിജ ആൻഡ് അജൽ ആർ പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. അപ്പോൾ ഇവരെല്ലാവരും കട്ടകൾ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ. ഹൗ മെനി ബ്ലോക്സ് ഹാവ് ദേ ഗോട്ട് ഇൻ ഓൾ? എല്ലാവർക്കും കൂടി എത്ര എണ്ണം നോക്കാം. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 38 39 40 41. അപ്പോൾ എത്ര വരും? 40 ആണ് വരിക. ഞാനൊന്ന് കൂടുതൽ എണ്ണിയതാണ് കേട്ടോ. 40 + അൻഷിതിന് വരുന്നത് എത്രയാ? 25 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 65 വരും. നിത ആൻഡ് അസൽ ടുഗെദർ ഗോട്ട് 68 ബ്ലോക്സ്. നിതയ്ക്കും അസലിനും ഒരുമിച്ച് 68 ബ്ലോക്സ്. വിച്ച് ഗ്രൂപ്പ് വൺ ദ ഗെയിം? ആരാണ് ഈ ഗെയിം ജയിച്ചത്? നിത ആൻഡ് അസൽ. ഹൗ മെനി ബ്ലോക്സ് മോർ ഡിഡ് ദേ ഗെറ്റ്? എത്ര കൂടുതൽ അവർക്ക് കിട്ടി? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? ടെൽ യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയത്? ഫ്രണ്ട്സിനോട് പറയൂ.
68 65 മൈനസ് ചെയ്തപ്പോൾ 3 കിട്ടി അല്ലേ? What can be the number of blocks Nida and Ajal get? Nida 50, Ajal 18. What I have found. നമ്മൾ കണ്ടുപിടിച്ചത് എഴുതാനാണ്, നിങ്ങൾ എഴുതിക്കോളൂ. In the second game, the first team got 48 blocks. Anshit got 4 blocks more than Harida. How many blocks did Harida get? ഹരിതയ്ക്ക് 22ഉം അൻഷിദിന് 26ഉം. If all the blocks are arranged in groups of tens and ones, എല്ലാ ബ്ലോക്സും വൺസിനെയും ടെൻസിനെയും ഗ്രൂപ്പ് ആക്കിയാൽ how many groups of tens will be there? എത്ര ടെന്നിൻ്റെ ഗ്രൂപ്പ് വരും? 4. എത്ര വൺസിൻ്റെ ഗ്രൂപ്പ് വരും? 8. The second group got 27 blocks. Ajal got 5 blocks less than Nida. Number of blocks Nida got. നിതയ്ക്ക് എത്ര എണ്ണം കിട്ടി? 16. അജലിന് 11. Let's buy a soap. നമുക്ക് സോപ്പ് വാങ്ങാം. മിയ ബോട്ട് 13 സോപ്സ് ഫ്രം നജ്മ. നജ്മയുടെ കയ്യിൽ നിന്ന് 13 സോപ്പ് മിയ വാങ്ങിച്ചു. മോഹിത് ബോട്ട് ഡബിൾ ദാറ്റ് നമ്പർ. മോഹിത് ഡബിൾ വാങ്ങിച്ചു പറഞ്ഞാൽ 13ന്റെ ഡബിൾ എത്ര അറിയോ? 26 കേട്ടോ. 26 ആണ്. ഹൗ മെനി സോപ്സ് ഡിഡ് നജ്മ സെൽ? നജ്മ മൊത്തം എത്ര എണ്ണം വിറ്റു? 26 ആണ് വിറ്റത്. അല്ല സോറി 26 അല്ല, രണ്ടാളും വാങ്ങിയിട്ടുണ്ടല്ലോ. നജ്മ 13ഉം നമ്മുടെ മോഹിത് 26. ടോട്ടലാണ് അപ്പോൾ 39. Soap should be stacked like this. Draw the picture of 10 soap stacked like this in your notebook. 10 സോപ്പ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ വരയ്ക്കുക കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക. How many soaps will be there in 7 stack like this? 70 വരും കേട്ടോ. What about 10 stacks? 100. How you calculated ആണ് തന്നിരിക്കുന്നത്. Mental calculations. Nida's mother gave 45 rupees to buy soap. നിതയുടെ അമ്മ 45 രൂപ സോപ്പ് വാങ്ങാൻ കൊടുത്തു. നിത ഹാഡ് 8 rupees. നിതയുടെ കയ്യിൽ 8 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ എത്ര വരും? 45 പ്ലസ് ഈ 8 ചെയ്യുക. അപ്പൊ എന്തെന്ന് വരും? 53 എന്ന് വരും അല്ലേ? ഈ ബോക്സിൽ തന്നിരിക്കുന്നതാണ് ആൻസർ. Can you answer? Mother put 58 soaps in a box. Mother 58 സോപ്പ് ഒരു ബോക്സിൽ ഇട്ടു. I put 2 more. ഞാൻ 2 സോപ്പും കൂടി അതിനകത്ത് ഇട്ടു. Again mother 9 സോപ്പും കൂടി ഇട്ടു. ഇപ്പൊ ടോട്ടൽ എത്രയെന്ന് കണ്ടുപിടിക്കണം അല്ലേ? $69 soaps ഉണ്ട്. 12 rupees added to 3 rupees is 15 അല്ലേ? If 12 rupees is added to 8 rupees ആണെങ്കിൽ 20 വരും അല്ലേ? Tick the way you calculated 28 plus 36 in your head. 28 plus 36 നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണു എന്നുള്ളത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തു അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് എഴുതുക. മാനവ് ആൻഡ് അവിന വെന്റ് ടു ദ പാർക്ക് ആൻഡ് സോ ദ പ്രൈസ് ലിസ്റ്റ് അറ്റ് ദ ടീ ഷോപ്പ്. അപ്പം മാനവും അവിനയും കൂടെ പാർക്കിലേക്ക് പോയിട്ട് അവരവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടെ പ്രൈസ് ലിസ്റ്റ് നോക്കുകയാണ്. അപ്പം അവിന പറയും, അവിന സെഡ് ഐ ഹാവ് 40 rupees. എനിക്ക് 40 രൂപ എൻ്റെ കയ്യിലുണ്ട്. വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ബോട്ട് വിത്ത് ഇറ്റ്. 40 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങാം? ഐ വിൽ ഗെറ്റ് ജ്യൂസ്, ടീ ആൻഡ് കൊഴുക്കട്ട. 4 rupees 40 വി ക്യാൻ ഗെറ്റ് എന്തൊക്കെ കിട്ടും? പിസ്സ, സമോസ, ടീ. There were various games in the park. പാർക്കിൽ വ്യത്യസ്തമായിട്ടുള്ള കളികളൊക്കെ ഉണ്ട്. സ്വിങ്ങിന് 25 രൂപ ഊഞ്ഞാലാടാൻ, ബൈസൈക്കിൾ റൈഡിന് 17 രൂപ, കാർ റേസിന് 28. അവിന വെന്റ് ഫോർ എ കാർ റേസ് ആഫ്റ്റർ ദ സ്വിങ്. അവിന ആദ്യം ഊഞ്ഞാലാടി പിന്നെ കാർ റേസിന് പോയി. ഹൗ മെനി റുപ്പീസ് ഫോർ ബോത്ത്. രണ്ടിനും കൂടി അവൾ എത്ര പൈസ കൊടുക്കേണ്ടി വരും? 25 പ്ലസ് 28 ചെയ്യുക. അപ്പോൾ 53 rupees. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്. ഇത് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ 25 പ്ലസ് 28 ആദ്യം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? എത്ര 20s ഉണ്ട്? ഇവിടെ ഒരു 20, ഇവിടെ 20. അതിനെ ആദ്യം എഴുതി. ടെൻസിനെ ആദ്യം എടുത്ത് എഴുതി. 20 പ്ലസ് 20 10s ആണ്. പിന്നെ അതിൽ 1s 5ഉം 8ഉം ഒരു 1s ഉണ്ട്, അവരെ പിന്നെ എടുത്തെഴുതി. കണ്ടോ? എന്നിട്ട് 1s ആദ്യം ടെൻസ് പിന്നെ കൂട്ടിയാൽ 40 വരും, പിന്നെ 1s കൂട്ടിയാൽ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ 53 കിട്ടും കേട്ടോ. Here are the numbers written on the number board. Fill in the empty cells. Empty cells fill ചെയ്യണം. കൂട്ടി എഴുതുക കേട്ടോ.
33, 43, 53, 73, 83, 93, 15, 35, 45, 55, 75, 85, 95. പിന്നെ 10 8, 18, 30 8, 38, 40 8, 48, 50 plus 8, 58, 70 plus 8, 78, 80 plus 8, 88, 90 plus 8, 98. അടുത്തത് 10ഉം ഈ കാണുന്ന 10ഉം വെച്ചിട്ടാട്ടോ മേലെ കൂട്ടി വരുന്നത്. ഈ 10ഉം 9ഉം. 10 plus 9, 19, 30 plus 9, 39, 40 plus 9, 49, 50 plus 9, 59, 70 plus 9, 79, 80 plus 9, 89, 90 plus 9, 99. From the school store, Avina bought 2 books for 24 rupees. School store ൽ നിന്ന് അവന 2 ബുക്ക് വാങ്ങി 24 രൂപയ്ക്ക് and 23 രൂപ. മാനവ് bought 2 books for 32 and 16 rupees. മാനവ് വാങ്ങിയത് ഒന്ന് 32ഉം ഒന്ന് 16 രൂപയും. അപ്പോൾ അവന് വാങ്ങിയതിൻ്റെ വിലയാണ് കേട്ടോ ഇത്. 47 rupees വരും. മാനവ് വാങ്ങിയത് 48 rupees വരും. കളർ ദ ബലൂൺസ്. ബലൂൺസ് കളർ കൊടുക്കൂ. ബലൂൺസ് വിത്ത് ഈക്വൽ സം ഷുഡ് ഹാവ് ദ സെയിം കളർ. ഈക്വൽ സമ്മ് വരുന്നത് എന്ത് ചെയ്യുക? സെയിം കളർ കൊടുക്കുക കേട്ടോ. ആദ്യം 46 + 46, 46 + 46 ചെയ്യുമ്പോൾ 92 വരുന്നു. അടുത്തത് 28 + 17 ചെയ്യുമ്പോൾ 45 വരുന്നു. 22 + 48 ചെയ്യുമ്പോൾ 70. 35 + 35 ചെയ്യുമ്പോൾ 70. അപ്പോൾ സെയിം കളർ കൊടുക്കുക കേട്ടോ ഒരേ ആൻസർ വരുമ്പോൾ. 30 + 15 45. അപ്പോൾ സെയിം കളർ വരുന്നതാണ്ടോ. ഇവിടെ ഒരു 45 ഉണ്ട്. ഇതേ കളർ തന്നെ ഇവിടെയും കൊടുക്കുക. 80 + 12 92. അപ്പോൾ സെയിം കളർ. 39 + 53 എന്ത് ചെയ്യുക? 92. അപ്പോഴും സെയിം കളർ. 19 + 26 എന്താ? 45. അപ്പോൾ സെയിം കളർ. 45ക്ക് എല്ലാം ഒരേ കളറാണ്. 53 + 17 എന്ത് വരും? 70. അപ്പോൾ സെയിം കളർ. കണ്ടല്ലോ, നല്ല കളർഫുൾ ആയില്ലേ? ഒരേ നമ്പേഴ്സിനൊക്കെ ഒരേ കളർ കൊടുക്കുക കേട്ടോ. ലെറ്റ്സ് ആഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ആണ്. റൈറ്റ് ദ സംസ് ഇൻ ദ സെൽസ്. നമുക്ക് കൂട്ടി കണ്ടുപിടിക്കാം. 38 + 22 വരുമ്പോൾ എന്താ വരിക? 60. 38 + 12 വരുമ്പോൾ 50. അടുത്തത് 38 + 18 വരുമ്പോൾ 56. അടുത്തത് 75 + 15. ഇങ്ങനെ ആഡ് ചെയ്യുക കേട്ടോ. ഇതും ഇതും ആഡ് ചെയ്യുക. ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. 75 + 15 ചെയ്യുമ്പോൾ 90. 75 + 18 ചെയ്യുമ്പോൾ 93. 75 + 25 ചെയ്യുമ്പോൾ 100. 75 + 23 ചെയ്യുമ്പോൾ 98. Add the numbers in the cells of the same color and write them in the middle cell. 68 ആണ് വരിക. അടുത്തത് 68 തന്നെയാണ്. Write 2-digit numbers in the colored cells as above and add those numbers and write them in the middle cell. നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് സമ്മ് താഴെ എഴുതണം. 14, 52, 30, 36 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും അറിയോ? 14 + 52 ചെയ്യുമ്പോൾ 66 വരും. അതേ തന്നെയാണ് നമുക്ക് ഇങ്ങനെയും കിട്ടേണ്ടത് കേട്ടോ. 30 + 36 ചെയ്യുമ്പോഴും ഒരേ ആൻസർ തന്നെ വരണേ. 66 തന്നെ വരും. അടുത്തത് നോക്കൂ. 43 + 52 ചെയ്യുമ്പോൾ എന്ത് വരും? 90. ആൻസർ വരും 95. 67 + 28 ചെയ്യുമ്പോഴും 95 തന്നെ വരുവേ. 95. ഓക്കെ. മാത്ത് ബോർഡ് ഗെയിം ആണ് അടുത്തത്. ഫൈൻഡ് ദ സം ഓഫ് കണക്റ്റഡ് നമ്പേഴ്സ്. കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടോ? ഈ വരകൾ കണക്ട് ചെയ്യണം. 32ഉം 34ഉം 18ഉം 80 വേണം. അപ്പോൾ ഈ കണക്റ്റഡ് നമ്പേഴ്സിൻ്റെ 32 + 34 ചെയ്യുമ്പോൾ 66 ആൻസർ വരും. ഓരോന്നും ആഡ് ചെയ്തിട്ടുള്ളതാണ് സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ. (32 + 34 ചെയ്തത് സൈഡിൽ കണ്ടോ? 32ഉം 34ഉം ആഡ് ചെയ്തത് ആണ് 66 വരുന്നത് കണ്ടോ. 18 + 81 ആണ് 99 വന്നത്. 30 + 47 ആണ് 77. 10 + 12 ആണ് 22. 64 + 24 ആണ് 88. 20 + 24 ആണ് 44. എന്തുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ചെയ്തത്. 99, 77, 22, 88, 44,
66 നമ്മളെല്ലാ സമ്മും ഇവിടെ എഴുതി. ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് നമ്പേഴ്സ്? റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ നമ്പേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ട് അല്ലേ. രണ്ട് നമ്പറും സെയിം ആയിട്ടാണ് വരുന്നത്. സെയിം ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം ഡിജിറ്റ്സ് ആർ റിപ്പീറ്റഡ്. വാട്ട് ആർ ദ അതർ 2 ഡിജിറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ്? ഇതുപോലെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ? 11 + 22 33, 23 + 32 55. How many 2-digit numbers are there with the same digits repeated? 9. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. ക്ലാസ് ലെങ്തി ആവുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് സ്പീഡാക്കിയത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് പൗസ് ചെയ്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.